സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഷീ വെൻറ്റ്, അവൾ പോയി. ഷീ എന്ന് പറയുന്നത് അവളാണ്. വെൻറ്റ് എന്ന് പറയുന്നത് വേർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്. നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് അഥവാ കഴിഞ്ഞ കാലം പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വേർബിൻ്റെ രണ്ടാമത്തെ രൂപമായ V2 ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ വെൻറ്റ് വന്നത്. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്ന സമയത്ത് അവൾ പോയി എന്നുള്ളത് പോയില്ല എന്ന് പറയുന്ന സമയത്ത് ഷീ ഡിഡ് നോട്ട് ഗോ അല്ലെങ്കിൽ ഷീ ഡിഡിൻറ്റ് ഗോ, അവൾ പോയില്ല. അതായത് നെഗറ്റീവ് പറയുന്ന സമയത്ത് എന്തായി, ഇതിൻ്റെ ഇടയിൽ ഒരു ഡിഡ് വന്നു, ഡിഡ് നോട്ട് വന്നു. ലാസ്റ്റിൽ നമ്മൾ വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചത്. അതായത് നെഗറ്റീവ് വരുന്ന സമയത്ത് എപ്പോഴും വേർബിൻ്റെ ഒന്നാമത്തെ രൂപം മാത്രമാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും ഡിഡ് ഷീ ഗോ, അവൾ പോയോ. അതായത് നമ്മൾ പോയി എന്ന് പറയുന്ന സമയത്ത് V2 ഫോമാണ് ഉപയോഗിച്ചതെങ്കിൽ നെഗറ്റീവ് പറയുന്ന സമയത്തും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും നമ്മൾ എന്താണ് ഉപയോഗിക്കുക, വേർബിൻ്റെ ഒന്നാമത്തെ രൂപമായ V1 ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിഡ് ഷീ ഗോ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഗോ എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ്. അതായത് നെഗറ്റീവ് പറയുന്ന സമയത്തും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും V1 ആയ ഗോ ആണ് നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ്.